അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. സ്വകാര്യമായ മീറ്റിങ്ങുകൾ, യോഗങ്ങൾ സാധാരണ ആളുകൾ കൂടാറുണ്ട്. ഈ സ്വകാര്യ മീറ്റിങ്ങുകൾ കൂടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി, ഒരാളെ ഇല്ലാതാക്കാൻ വേണ്ടി, ഒരാളുടെ സ്വത്ത് കവരാൻ വേണ്ടി, മറ്റൊരാൾക്കെതിരിൽ ഗൂഢാലോചന നടത്താൻ വേണ്ടി, ഒരാളെ തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടി ഒക്കെ മീറ്റിങ്ങുകൾ ആളുകൾ കൂടാറുണ്ട്. ഇസ്ലാമിന്റെ വീക്ഷണപ്രകാരം രഹസ്യ ഭാഷണങ്ങൾ, രഹസ്യമായിട്ടുള്ള മീറ്റിങ്ങുകൾ അത് ചേരുന്നതിൽ ഹൈറില്ല, നന്മയില്ല എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത്. എന്നാൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, ഒരു ബന്ധം വിളക്കി ചേർക്കാൻ വേണ്ടി, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങി നിൽക്കുന്നു, അല്ലെങ്കിൽ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ അകന്നു നിൽക്കുന്നു, അവർക്കിടയിലുള്ള ബന്ധം രഞ്ജിപ്പിലേക്ക് എത്തിപ്പിക്കാൻ വേണ്ടി നമുക്ക് സ്വകാര്യമായിട്ടുള്ള മീറ്റിങ്ങുകൾ ആവാം. എന്നാൽ നന്മ കൽപ്പിക്കാൻ വേണ്ടി, തിന്മകൾ വിരോധിക്കാൻ വേണ്ടി, നല്ലതായിട്ടുള്ള ചാരിറ്റി വർക്കുകൾ സംഘടിപ്പിക്കാൻ വേണ്ടി ഒക്കെ സ്വകാര്യമായിട്ടുള്ള യോഗങ്ങൾ അനുവാദമുണ്ട്. ഒരാളുടെ അഭിമാനത്തിന് ക്ഷതം ഉണ്ടാക്കുന്ന, മുറിവുണ്ടാക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ നടത്താൻ വേണ്ടി ഒരിക്കൽ പോലും അത്തരത്തിലുള്ള സ്വകാര്യ സംഭാഷണങ്ങൾ, മീറ്റിങ്ങുകൾ നടത്താൻ പാടില്ല എന്ന് ഇസ്ലാം യഥാർത്ഥത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സ്വകാര്യമായിട്ടുള്ള സംഭാഷണങ്ങൾ നടത്തുമ്പോൾ അത് നന്മയാണോ തിന്മയാണോ എന്ന് നമ്മൾ ആത്മപരിശോധന നടത്തിക്കൊണ്ടാണ് അത്തരത്തിലുള്ള സംഭാഷണങ്ങളും മീറ്റിങ്ങുകളും നമ്മൾ നടത്തേണ്ടത്.